കണ്ടാൽ വിചിത്രമായി തോന്നുന്ന ഒരു പാവയായിരുന്നു ഈ അടുത്ത കാലത്ത് റീൽസുകളിൽ ഇടം പിടിച്ചത്. ഈ വിചിത്ര പാവയുടെ വിലയും വിചിത്രമായിരുന്നു. ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ലബൂബു എന്ന പാവയുടെ കള്ളർ അറിയാതെയാണ് വാങ്ങുന്ന ആളുകളുടെ കയ്യിൽ കിട്ടുന്നത്. അത് തന്നെയാണ് ഈ പാവ വാങ്ങാനുള്ള ആകർഷണവും. അതുപോലെ ഒരു കാലത്ത് സംസാര വിഷയമായ ഒരു മിസ്റ്ററി പാവയായിരുന്നു അന്നബെല്ല. അന്നബെല്ല ആരായിരുന്നു? ഈ അന്നബെല്ല എങ്ങനെയാണ് ഒരു ദുഷ്ടയായ പാവയായത്? ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1970കളിൽ ഹാർട്ട് ഹോട്ടിൽ നിന്നുള്ള 28 വയസ്സുള്ള ഒരു നേഴ്സാണ് വാറൻസ് ദമ്പതികൾക്ക് ആദ്യമായി ഈ പാവ സമ്മാനിക്കുന്നത്. അവരുടെ കയ്യിൽ ലഭിച്ചതു മുതൽ ഈ പാവ സ്വന്തമായി ചലിക്കാൻ തുടങ്ങിയതായും ഭയപ്പെടുത്തുന്ന പെരുമാറ്റങ്ങൾ പ്രകടിപ്പിച്ചതായും പറയപ്പെടുന്നു. അന്നബെല്ല എന്നൊരു 6 വയസ്സുകാരിയുടെ ആത്മാവ് ഈ പാവയെ കീഴ്പ്പെടുത്തിയെന്ന് ഒരു മാനസിക മാധ്യമ വിദ്യാർത്ഥി ഈ നേഴ്സിനോട് പറഞ്ഞിരുന്നതായും ഈ ദമ്പതികൾ പറഞ്ഞിരുന്നു. പൈശാചിക ശക്തിയുണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ പാവയെ പിന്നീട് ഒക്കൾട്ട് മ്യൂസിയത്തിലെ ഒരു പ്രദർശന പെട്ടിയിൽ വയ്ക്കുകയും ചെയ്തിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് വാറൻസ് കുടുംബം അന്നബെല്ലയ്ക്ക് വേണ്ടി പല അവകാശവാദങ്ങളും പുറത്തുവിട്ടു. 1980-ൽ ജൊറാൾ ബ്രിട്ടിൽ എഴുതിയ ഒരു പുസ്തകത്തിലും അന്നബെല്ലയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. 2019-ൽ സോണിംഗ് ലംഘനങ്ങൾ കാരണം അന്നബെല്ലയെ സൂക്ഷിച്ചിരുന്ന മ്യൂസിയം അടച്ചുപൂട്ടുകയുണ്ടായി. 2025-ൽ ഈ പാവയെ കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ പാവ ഒരു ഹ്രസ്വ ടൂറിൽ പങ്കെടുക്കുകയായിരുന്നുവെന്നും അതിലൂടെ പാരാനോമൽ പ്രേമികൾക്ക് ഒറിജിനൽ പാവയെ കാണാൻ സാധിക്കുന്നുവെന്നും ന്യൂ ഇംഗ്ലണ്ട് സൊസൈറ്റി ഫോർ സൈനിക് റിസർച്ച്മെൻ ഡയറക്ടർ ടോണി സ്പിറെ പറഞ്ഞിരുന്നു. 2025 ഓഗസ്റ്റിൽ അന്നബെല്ലയെ സൂക്ഷിച്ചിരുന്ന ആ പഴയ മ്യൂസിയം കൊമേഡിയൻ മാറ്റ് റൈഫ് വാങ്ങിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കണ്ടാൽ ഭയം തോന്നുന്ന ഈ വിചിത്ര പാവ ഇന്ന് മ്യൂസിയത്തിൽ ഭദ്രമാണ്.